ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനും അമ്മയും മോളും മാറി മാറി ഈ കുടുംബത്തിനെ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. എപ്പോഴാ എന്റെ നിറം മാറാന്ന് എനിക്കറിയില്ല. പുറത്തേക്കുള്ള വഴി മറന്നു പോണ്ട മൂന്നു പേരും. അയ്യോ, ഇത്രയും കാലം ഞാൻ കളരിക്കൽ കുടുംബത്തിലെ ആർക്കും വേണ്ടാത്ത ഒരു മരക്കഷ്ണമായിരുന്നു. അത് ഞാൻ തിരുത്തി കുറിക്കാൻ പോവാ. കളരിക്കൽ കുടുംബത്തിനെ ഞെട്ടിക്കുന്ന ആ മഹാരഹസ്യം ഞാൻ എല്ലാരോടും പറയാൻ പോവാ. അയ്യോ ഭഗവാനെ, എന്തൊരു പരീക്ഷണ ഇത്! എല്ലാം ഇവിടെ അവസാനിക്കാൻ പോവാണോ? എന്നെ കൊണ്ട് ഈ നാഗപൂജയൊന്നും പറ്റില്ല. അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണല്ലോ മമ്മി പറഞ്ഞത്. അവൾ എവിടെയാണെന്നേ ഞാനൊന്ന് പോയി നോക്കട്ടെ. മാഡം, എന്താ ഗാഥ മാഡം ഈ കാണിക്കുന്നത്? പുറത്തിറങ്ങുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ. ഇവള് പിന്നെ എവിടെ പോയി കിടക്കുക? ഹലോ കൃഷ്ണ. സിനിച്ചേച്ചി, അപകടമാണ്. പൂജയ്ക്കുള്ള സമയായി. കൃഷ്ണ ഇപ്പൊ എവിടെയാ? ഞാനും ഗാഥ മാഡം കൃഷ്ണയെ തിരക്കി നടക്കുക. ഞാനേ ഇവിടെ പുറത്തുള്ള ഗോഡൌൺ പോലുള്ള ഒരു മുറിക്കകത്താ. എന്നെ ഉദയമാവൻ ഇവിടെ പൂട്ടിയിട്ടിരിക്ക. പൂട്ടിയിട്ടെന്നോ? ആ, ഇവിടെ ഒരേപോലെ രണ്ടാളുകളുണ്ടെന്ന് അമ്മാവന് സംശയം കേറിയിട്ടുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടിട്ടാ അമ്മാവൻ എന്നിവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ആ പിന്നെ അവര് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഗാഥയെ കണ്ട പ്രശ്നമാവും കേട്ടോ. തന്നെ ഇങ്ങോട്ട്. ഡി, നീ എവിടെയടി? നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നീയല്ലേ ചെയ്യേണ്ടത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പൂജയ്ക്കിരിക്കാനൊന്നേ എന്നെ കൊണ്ട് പറ്റില്ല. എവിടെയാണെങ്കിലും പെട്ടെന്ന് വരാൻ നോക്ക്. മോളെ, പൂജക്കുള്ള സമയായി. ആ സെറ്റ് സാരി എടുത്തുകൊടുത്തിട്ട് പെട്ടെന്ന് വരാൻ നോക്ക്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം സുമിത്രാന്റെ പറഞ്ഞതനുസരിക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണും. ഞാൻ സെറ്റ് മുണ്ട് എവിടെ നിന്ന് നോക്കിട്ട് വരാം. ഈ പൂജാമുറിയില് എവിടെയാ സെറ്റും മുണ്ടും? ദേ, അവളെ വിളിച്ചു ചോദിക്ക. ഗാഥ മാഡം, സത്യം പറഞ്ഞ നമ്മളിപ്പോ അപകടത്തിലാ. ആ ഉദയൻ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അയാൾ എവിടെയോ കൃഷ്ണയെ പൂട്ടിയിട്ടിരിക്കുക. ഓ, ഈ നാശം പിടിച്ചവളെ എന്തിനാ അതിനകത്തൊക്കെ കേറി ചെല്ലുന്നത്? പിന്നെ ഗാഥയും കൂട്ടി നവീൻ വരുന്നത് കണ്ട ആ കുട്ടി എന്താ ചെയ്യാ? ഓക്കേ, സെറ്റും മുണ്ട് എവിടെയുള്ളെന്ന് അവളോട് ചോദിക്ക. എന്നാ ഇനി സംസാരിക്കാം. ഹലോ സിനിച്ചേച്ചി. കൃഷ്ണ, ഗാഥയുടെ സെറ്റ് മുണ്ട് എടുത്തു വന്ന് പൂജയ്ക്ക് പോവാൻ വേണ്ടി പറഞ്ഞിരിക്കുക. സെറ്റ് മുണ്ട് എവിടെ വച്ചിരിക്കുന്നത്? അതാ ഞാൻ കൊടുത്തിരിക്കുന്നെ. നിങ്ങളൊരു കാര്യം ചെയ്യേ. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് സൈഡിലുള്ള ഗോഡൌണിന്റെ അടുത്തേക്ക് വന്നാ മതി. സാരി ഞാൻ തരാം. നീ ഉടുത്ത സാരി ഞാൻ ഉടുത്തിറങ്ങാനോ? ഞാൻ ഇടുന്ന ഡ്രസ്സ് മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്താ മമ്മി എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നത്. എന്നിട്ട് നീ ഉടുത്ത ചവറ് ഞാൻ ഉടുക്കണോ അല്ലേ? ഈ കുട്ടി എന്തൊക്കെയാ കാണിക്കുന്നേ? അയ്യോ, ഗാഥ മാഡം, വാശി പിടിച്ച എല്ലാം കുഴപ്പത്തിലാവും. നമുക്ക് ഉടനെ തന്നെ കൃഷ്ണയുടെ അടുത്തേക്ക് പോവാം. നെവർ നെവർ, ഒരിക്കലും നടക്കില്ല. ഒരു കാരണവശാലും അവളുടെ ദേഹത്ത് തൊട്ട വസ്ത്രം ഞാൻ ധരിക്കില്ല.
എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ആ സെറ്റ് മുണ്ട് ഉടുക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മമ്മി എന്നെ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത്. ഒരു ഗാഥ ഇവിടെ, അടുത്ത ഗാഥ അവിടെ. പിടികിട്ടി. അയ്യോ അയ്യോ ആരുന്നായിരുന്ന ഏട്ടൻ എന്തായി കാണിച്ചേ? എന്തിനാ ഉദയേട്ടനെ തല്ലിയത്? നീ നിന്റെ മോള് എത്തിച്ചു നോക്കുന്ന പോരാഞ്ഞിട്ട് ഇപ്പൊ നിന്റെ ഭർത്താവ് ഒളിഞ്ഞോട്ട് തുടങ്ങി. അപ്പൊ പിന്നെന്താ ചെയ്യാ? ഞാനേ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലേ അത് ഈ കുടുംബത്തിനു വേണ്ടി ഒരു മഹാരഹസ്യം തെളിയിക്കാൻ വേണ്ടിയാ. എന്ത് രഹസ്യം? എന്താ നിനക്ക് തെളിയിക്കാനുള്ളത്? കൃത്യമായ തെളിവുകളോടെ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കണം. അല്ലെങ്കിലേ എല്ലാരും കൂടെ ചേർന്ന് പഴയതുപോലെ കാര്യങ്ങൾ കുളമാക്കും. ഏതായാലും നിമിഷങ്ങൾക്കകം ഈ വീട് നിന്ന് കത്തും. അപ്പൊ ചിലര് ചിരിക്കും, ചിലര് കരയും, ചിലർക്ക് പൊള്ളും. മനസ്സിലായോ? നമ്മള് പൂജാമുറിൽ തിളച്ച പാല് കൊണ്ടുവച്ചത് അച്ഛൻ അറിഞ്ഞോ? അച്ഛനല്ലേ, എങ്ങനെയെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അമ്മേ. ഓ ഈശ്വര, ഇങ്ങനെ അത് കുളമാക്കും. അതെ, ഉദയേട്ടൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയി എക്സസൈസ് ചെയ്യാൻ. പോവാൻ നോക്കൂ ഇതേട്ടാ. ഞാനൊരു കാര്യം പറയും. പോവാൻ ഒരു കാര്യം പറയണ്ട. പോവാനല്ലേ പറഞ്ഞത്? പറയട്ടെന്ന്. ഒന്നും പറയണ്ട, പോവാൻ. നിർമ്മലേ, അച്ഛനും അമ്മയും മോളും മാറി മാറി ഈ കുടുംബത്തിനെ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. എപ്പോഴാ എന്റെ നിറം മാറാന്ന് എനിക്കറിയില്ല. പുറത്തേക്കുള്ള വഴി മറന്നു പോണ്ട 3 പേരും. മാം ആണല്ലോ വിളിക്കുന്നത്. ഹലോ മാം. സിനി, എന്താ അവിടുത്തെ അവസ്ഥ? ഇവിടെ ആകെ പ്രോബ്ലം മാം. കൃഷ്ണനെ കണ്ടില്ലേ നിങ്ങള്? ഗാഥയ്ക്ക് അവിടുന്ന് പോരാനായില്ല. മാം അത്